Ramadan Majlis. Ramadan Majlis. Cleanse your soul with Radio Malayalam 98.6 FM. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ മജ്ലിസിൽ നിന്ന് നിങ്ങളോടൊപ്പം സഹല കോലോത്തൊടി ഷംസുദ്ദീൻ. റമളാൻ ആത്മീയതയുടെ ദീപ്തി, ക്ഷമയുടെ പാത. നോമ്പ് ആത്മീയതയുടെ പ്രകാശമാണ്, ക്ഷമയുടെ പാഠമാണ്, കരുണയുടെ സ്പർശനമാണ്. ഈ പുണ്യകാലം ഹൃദയത്തെ ശുദ്ധീകരിച്ച് മനസ്സിന് സമാധാനവും ഹിഹപരമോക്ഷവും സാധ്യമാകും. റമളാൻ ഖുർആൻ അവതരിച്ച മാസം, നോമ്പ് നിർബന്ധമാക്കിയ മാസം എന്നതിനാലും അതീവ വിശുദ്ധമായ മാസം. റമളാൻ കേവലം ഭക്ഷണപാനീയങ്ങളിലൂടെ നിയന്ത്രണമല്ല, മറിച്ച് മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കാനുള്ള ദിവ്യ വഴിയാണ്. അതിൽ സഹനശീലവും കരുണയും ആത്മീയ ബോധവും നിറഞ്ഞു നിൽക്കുന്നു. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ദിവ്യരാത്രിയുടെ അനുഗ്രഹം നേടുവാനുള്ള അതിമഹത്തായ അവസരം, ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞു ഒഴുകുന്ന ദിനങ്ങൾ, ഖുർആൻ അവതരിച്ച മാസം. സൂറ അൽ-ബഖറ 185. ആയതിനാൽ റമദാൻ മാസം കൂടുതൽ ഖുർആൻ പഠിക്കുകയും പ്രാർത്ഥനാ നിമഗ്നരാവുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. വ്രതം മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള ദിവ്യ ശിക്ഷണമാണ്. സഹനശീലം, ക്ഷമ, കരുണ, സമത്വബോധം എന്നിവ വളർത്തുന്നു. പുണ്യ റമളാൻ മാസം ആത്മീയതയുടെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മപരിശോധനയുടെയും കാലം. സഹനവും കരുണയും പങ്കുവയ്ക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഈ മഹത്വമേറിയ മാസം ആത്മീയ വികസനത്തിനും ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനും അവസരമാണ്. മാനവികതയുടെ സന്ദേശം നൽകുന്ന റമളാൻ മാസം സമാധാനത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണ്. ഈ വിശുദ്ധ മാസത്തിൽ വിശ്വാസികൾ കരുണ കാണിക്കാനും പരസ്പരം സഹായിക്കാനും തയ്യാറാവണം. റമളാൻ നമ്മെ ഉപവാസത്തിലൂടെ കാഠിന്യം തരണം ചെയ്യാൻ പ്രാപ്തരാക്കുന്നു. റമദാൻ മാനവികതയുടെ മഹത്തായ സന്ദേശമാണ് നൽകുന്നത്. ദരിദ്രരോടുള്ള കരുണ, ത്യാഗചിത്തം, അഹിംസ, ആത്മനിയന്ത്രണം തുടങ്ങിയവ നോമ്പിന്റെ മുഖ്യ ലക്ഷണങ്ങളാണ്. അതിനാൽ നോമ്പ് നൽകുന്ന മാനവികതയുടെ പാഠങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. തന്റെ മാനസികവും ശാരീരികവുമായ ഇച്ഛയേക്കാൾ തന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടാൻ സന്നദ്ധമാവുക എന്നതാണ് വ്രതാനുഷ്ഠാനത്തിന്റെ ആന്തരിക അർത്ഥം. വിശപ്പും ദാഹവും സഹിക്കാൻ മാത്രമല്ല, കാഴ്ചയും കേൾവിയും സംസാരവും ചിന്തയും വികാര വിചാരങ്ങളും എല്ലാം ദൈവഹിതത്തിന് അനുസരിച്ചായിരിക്കുക എന്നതാണ്. അതുവഴി ധാർമ്മിക ബോധമുള്ള വ്യക്തിയുടെ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ നിർമ്മാണമാണ് സാധ്യമാവുന്നത്. വ്രതാനുഷ്ഠാനം ലക്ഷ്യമിടുന്നതും അതാണ്. ആ അർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന് ആകമാനമുള്ള അനുഗ്രഹമാണ് റമളാൻ. മഹത്വമുള്ളതും അനുഗ്രഹീതവുമായ മാസം നിങ്ങൾക്ക് മുന്നിൽ തണൽ വിരിച്ചിരിക്കുന്നു എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യം ഇതര സൃഷ്ടികളോട് കാണിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. വ്രതാനുഷ്ഠാനവും മാനവികതയും ഒരേ നാണയത്തിന്റെ 2 മുഖങ്ങളാണ്. ഒരാൾ ജീവിതത്തിൽ നേടിയെടുത്ത മൂല്യങ്ങൾ ഒന്നും മാനവിക മൂല്യം ഇല്ലാതെ സമ്പൂർണമാവില്ല. നന്മ, കരുണ, സഹാനുഭൂതി എന്നിവയില്ലാത്ത നേട്ടങ്ങൾ ഒരു സമൂഹത്തിനും പ്രയോജനകരമല്ല. അതിനാൽ വ്രതാനുഷ്ഠാനത്തോടുകൂടി മനുഷ്യ സ്നേഹവും പരസ്പര ബഹുമാനവും കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. നന്മയില്ലാത്ത വിജയം ശൂന്യമാണ്. എന്നാൽ മാനവികതയിൽ അധിഷ്ഠിതമായ മുന്നേറ്റം സർവ്വസമൂഹത്തിനും പ്രയോജനം നൽകും. മനസ്സിന്റെ ശുദ്ധീകരണം സാധ്യമാകുന്നതിലൂടെ ആത്മസംയമനം പ്രാപിച്ചവർ പോസിറ്റീവ് ആലോചനകളുടെയും നന്മയുള്ള പ്രവൃത്തികളും വർദ്ധിപ്പിക്കുന്നതിലൂടെ മാനവിക മൂല്യങ്ങൾ കൂടുതൽ ആഴത്തിൽ പ്രയോഗിക്കപ്പെടും. നോമ്പിലൂടെ ഒരു വ്യക്തിക്ക് ആത്മീയ നിയന്ത്രണം, സഹനം, ക്ഷമ, ആത്മശുദ്ധി എന്നിവ നൽകുന്നു. വിശ്വാസവും ഭക്തിയും വർദ്ധിപ്പിച്ച് ആത്മീയ ഉണർവിന് ഇത് സഹായിക്കുന്നു. വ്രതാനുഷ്ഠാനത്തിലൂടെ സമാനതയുടെ ബോധം വീണ്ടെടുക്കാൻ വിശ്വാസിയെ സഹായിക്കുന്നു. വ്രതാനുഷ്ഠാനം ഒരു വ്യക്തിയുടെ മാത്രം ശുദ്ധീകരണ പ്രക്രിയ എന്നതിലുപരി സമൂഹത്തെയും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ്. സാമൂഹിക ഐക്യം, പരസ്പര സഹകരണവും ഇതിലൂടെ വളർച്ച പ്രാപിക്കുന്നു. ഈ പവിത്രമായ റമളാൻ മാസത്തിൽ സത്യവിശ്വാസികൾക്ക് ആത്മശുദ്ധി പ്രാപിക്കുന്നതിനും ദൈവിക പ്രതിബദ്ധത കണ്ടെത്തുന്നതിനുമുള്ള മികച്ച അവസരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല സമയം വരുന്നത് നിങ്ങളുടെ മനസ്സിൽ ദോഷകരമായ കാര്യങ്ങൾ പുറത്താക്കുന്നതിലൂടെയാണ്. റമളാൻ മാസം ഏറ്റവും പരിശുദ്ധവും ആഴത്തിലുള്ള ആത്മീയ പരിവർത്തനത്തിന് വഴിയൊരുക്കുന്നതുമായ മാസമാണ്. വ്രതാനുഷ്ഠാനത്തിലൂടെ ശാരീരിക ഉപവാസം മാത്രമല്ല, മറിച്ച് ഹൃദയത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന ആത്മീയ ഉണർവിന്റെയും നവീകരണത്തിന്റെയും മാസം.
സ്വയം നിയന്ത്രണവും ആത്മശുദ്ധിയും വർദ്ധിക്കുന്നതിനും വ്രതത്തിലൂടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. ഇതിലൂടെ മനുഷ്യന്റെ ദുർബലതകളെ അതിജീവിച്ച് മാനവികത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതിലൂടെ സാമൂഹിക ഐക്യവും കരുണയും വർദ്ധിക്കുന്നു. ഖുർആൻ മനുഷ്യരാശിക്ക് മാർഗദർശനം നൽകുന്ന ദൈവിക ഗ്രന്ഥം. അതിൽ നീതി, ദയ, സമത്വം, സഹാനുഭൂതി തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു. നോമ്പിനെ കുറിച്ച് അതിന്റെ ആന്തരിക മൂല്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിക്കുന്നു. അൽ-ബഖറ 267. ഹേ വിശ്വാസികളെ, നിങ്ങൾ ഏറ്റവും നല്ലതെന്നാണ് അള്ളാഹുവിന് വേണ്ടി ചിലവഴിക്കേണ്ടത്. വിശ്വാസിക്ക് വിശുദ്ധിയുടെ ഗുണങ്ങൾ കൈവരിക്കാൻ വ്രതാനുഷ്ഠാനം സഹായിക്കുന്നു. മാനവോക്തി ഇസ്ലാമിക അടിസ്ഥാന മൂല്യങ്ങളിൽ പെട്ടതാണ്. ഖുർആൻ മനുഷ്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നു. അൽ-മാഇദ 32. സമൂഹത്തിൽ സമത്വം കൊണ്ടുവരുവാനുള്ള പ്രചോദനം വ്രതാനുഷ്ഠാനത്തിലൂടെ സാധ്യമാകുന്നു. ഖുർആൻ മാനവോക്തി ഉത്ബോധിപ്പിക്കുകയും വ്രതാനുഷ്ഠാനത്തിലൂടെ അതിന്റെ പ്രായോഗിക പരിശീലനം ലഭ്യമാക്കുകയും ചെയ്യുന്നു. വ്രതാനുഷ്ഠാനത്തിലൂടെ മനുഷ്യൻ ആത്മീയ നിയന്ത്രണവും മാനവികതയുടെ ഉന്നത പദവിയിലേക്ക് ഉയരുകയും ചെയ്യുന്നു. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വ്രതാനുഷ്ഠാനവും ഖുർആനും ഒരുമിച്ച് മാനവികതയുടെ ഉജ്ജ്വലത കൈവരിക്കാൻ സഹായിക്കുന്ന 2 സിദ്ധാന്തങ്ങളാണ്. സൂറ അൽ-ബഖറ 183. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളിലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ ഭക്തിയുള്ളവരായിരിക്കാൻ വേണ്ടി. മനുഷ്യ സ്നേഹത്തിന്റെയും ദയയുടെയും മഹത്വം ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നു. നമുക്ക് ഈ റമദാൻ മാസത്തെ വിശുദ്ധമായ ചിന്തകളും സ്നേഹവും പരസ്പര സഹായവും നിറഞ്ഞതാക്കാം. നമ്മുടെ മനസ്സും ആത്മാവും നവീകരിക്കാം. ക്ഷമയും ദാനധർമ്മവും സ്നേഹവും കരുണയും പ്രചരിപ്പിക്കാം. ഈ പുണ്യ റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹവും പ്രതിഫലവും നേടാനുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർന്ന സ്ഥാനം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഈ പുണ്യ റമദാൻ മാസത്തിലൂടെയും പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുന്നതിലൂടെയും നമുക്ക് സാധ്യമാകട്ടെ. ഈ പുണ്യ റമദാനെ നമുക്ക് മാറ്റത്തിന്റെ മാസമാക്കി മാറ്റാം. ഏവർക്കും പുണ്യ റമദാന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. Ramadan Majlis.